ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു ഈവനിങ് വ്ലോഗ് ആയാലോ. ആൻഡ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആൾക്കാരും റെക്കമെൻഡ് ചെയ്തിട്ടും സെലക്ട് ചെയ്തിട്ടും ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഐ തോട്ട് വൈ നോട്ട്. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ രാത്രി യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു. അത് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ത്വര എനിക്ക് വന്നതും കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്താമെന്ന് വിചാരിച്ചു. സോ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ക്ലീൻ ആക്കാൻ പോകുന്നത് ഈ ഒരു സോഫാണ്. ഇങ്ങനൊരു സോഫയോ ഒരു ചെയറോ എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ റൂമിലും ഉണ്ടാണെന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. സോ ഇങ്ങനൊരു സോഫ ചെയറോ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാവരും പോയിട്ട് കമന്റ് ബോക്സിൽ പ്രസന്റ് ഇട്ടോ. പല ടൈപ്പ് ക്ലീനിങ് ഉണ്ടെങ്കിലും ഇതുപോലെ സ്ക്രബ്ബറൊക്കെ ഇട്ട് തേച്ച് ഉരച്ച് കേൾക്കുന്ന ക്ലീനിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് നമുക്ക് കുറച്ച് ഓവറാക്കി ചളമാക്കാം. അവസാനം തേക്കലോ ഒരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സെറ്റപ്പിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടിയിരുന്നു. ആ സമയത്താണ് എനിക്ക് ഈ ഒരു ഐസ്ക്രീം കിട്ടി. പക്ഷെ ഇത് കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത് ഹനാമി ഡാങ്കോ എന്ന് പറഞ്ഞ ആ ഒരു സാധനമാണ്. ഇനി അതെന്താന്ന് വെച്ചാൽ ഈ ജപ്പാനിൽ ഈ ചെറി ബ്ലോസം ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു സീസണിൽ അത് കാണാൻ പോകുന്ന ആൾക്കാർ കൂടുതലായിട്ടും കഴിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിന് ഓറഞ്ചിന് പകരം ഒരു പിങ്ക് കളറാണ്. ആൻഡ് ഓൾസോ അതിൽ ഓരോ കളറും ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പോയി കുളി നനയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു സാധനമാണ് കുറച്ചധികം കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി തീർന്ന് ഞെക്കി പിഞ്ഞെടുക്കേണ്ട അവസ്ഥയിലാണുള്ളത്. തീർന്നതൊക്കെ കാണിച്ചൊന്ന് പറ്റിക്കുന്നതാണ് ബ്ലഡി ഫുൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയല്ല. ആൻഡ് നെക്സ്റ്റ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ, അഥവാ തലയിൽ തേക്കുന്ന എണ്ണ. പക്ഷെ ഇന്ന് ഹെയർ വാഷ് ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ എന്തിനത് കാണിച്ചു തരുന്നു എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറുതെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നു അത്രമാത്രം. ശരിക്കും ഈ ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പം ഡെയിലി തല നനച്ചിട്ടില്ലെങ്കിൽ ഉമ്മ പറയും, ഹോ ഇങ്ങനെ കുളിക്കാൻ മടിയുള്ള ഒരു സാധനം. പക്ഷെ ഇപ്പൊ സയന്റിഫിക്കലി ഒക്കെ തെളിയിച്ചിട്ടുണ്ട് ഈ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് ഹെയറിന് തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയി നിൽക്കും. സോ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഒരു മോയ്സ്ചറൈസറൊക്കെ ആവാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മെമോ പാഡ് ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട്. സോ അത് ഞാൻ സ്കൂൾ തുറക്കുന്ന മുന്നേ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. മടി എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ആക്കി അപ്ലോഡ് ആക്കാനുള്ള വെറും മടി കാരണം അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ 2 ടൈപ്പിൽ മെമോ പാഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ എപ്പോൾ അപ്ലോഡ് ആക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സ്കൂളിന് ക്ലോസ് ചെയ്യുന്നവരെ നമുക്ക് സമയമുണ്ടല്ലോ. ആക്ച്വലി ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ത്വര വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സംഭവം എല്ലാരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഒരു ഗദ്ദാഫി പറഞ്ഞ ഒരു യൂട്യൂബറെ ഇന്റർവ്യൂ ആണോ പോഡ്കാസ്റ്റ് ആണോ ഒന്നും അറിയില്ല. പക്ഷെ ആ ഒരു വീഡിയോന്റെ ഒരു ടോപ്പിക് എന്തായിരുന്നു വെച്ചാൽ ഈ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ടായിരുന്നു. അതൊന്ന് കണ്ടു കഴിഞ്ഞപ്പം അതിലുള്ള പല കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കെന്നല്ല, അത് കണ്ടാൽ ഒരു 80% ആൾക്കാർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെറുതെ ഒരു 10 സെക്കൻഡ് കിട്ടിയാൽ പോലും റീൽസോ ഷോർട്സോ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാന്നുള്ള മൈൻഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ട ശേഷം ഞാൻ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങിൽ നിന്നു. ആ പ്ലാനിങ് ഇനി എവിടെ എത്തിപ്പെടുമെന്ന് മാത്രം ചോദിക്കരുത്, ഐ ഡോണ്ട് നോ. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് ഈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരു മോർണിംഗ് ടൈമിൽ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ മോർണിംഗിൽ എനിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ചായ കുടിക്കണം എങ്ങനെയെങ്കിലും എന്നുള്ള മൈൻഡ് ആയിരിക്കും. സോ അത് ഞാൻ ഈവനിങ്ങിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവിടെ ഒരാൾക്ക് ഭയങ്കര വിശപ്പ്, അതും ബുൾസൈക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണോ ബുൾസൈ ചോദിച്ചപ്പം ഞാൻ പ്ലാൻ ബി കൊടുത്തു. പിന്നെ ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം അതിലേക്ക് വന്ന് ഉപ്പിട്ടര, ബട്ടർ ഇട്ടര, മുളകിട്ടര, അങ്ങനത്തെ സഹായങ്ങളൊക്കെ മേഡത്തിൻ്റെ ഒന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ബ്രെഡും റോബസ്റ്റും കുറച്ച് ഹണിയൊക്കെ ആയിട്ട് ഞാനൊരു സാൻഡ്വിച്ച് എന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. ഒരു പൂ ചോദിച്ചപ്പം ഞാൻ പൂക്കാലം തന്നെ കൊടുത്തു എന്നറിയില്ലേ, അതിന്. എന്നിട്ട് ആ ബുൾസൈ ഞാൻ തിന്നു. എനിക്കെപ്പോഴും ബുൾസൈ മറിച്ചിടണം കേട്ടോ. അതിനൊരു ബുൾസൈ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെ വേണം. അങ്ങനെ ബുൾസൈ കഴിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ചെടിൻ്റെ ഒരു ലുക്കും ആരോഗ്യമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഡെയിലി ഞാൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ആഗ്രഹമില്ലായിട്ടല്ല, മറന്നു പോണതാണ്. വെള്ളം കൊടുക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം അങ്ങോട്ട് കൊടുക്കും. പിന്നെ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒലിച്ച് എല്ലാം കൂടെ ആ ബാൽക്കണി ഫുള്ള് വെള്ളമായിരിക്കും. പിന്നെ ഈ ഒരു കാണുന്ന ആ ഒരു പോട്ടുണ്ടല്ലോ, അതിൽ കുറച്ചധികം മുന്നേ മല്ലിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മല്ലിയിലൊക്കെ എന്താ സംഭവിച്ചു എന്ന് ചില വീഡിയോസിലൊക്കെ ഇപ്പോഴും കമൻസ് ചെയ്യാൻ കാണാറുണ്ട്. മല്ലിയിലൊക്കെ കറി വെച്ച് കഴിഞ്ഞു. കുറച്ച് നേരം വെള്ളം ഒഴിച്ചു കൊടുത്ത ക്ഷീണം മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്വീറ്റ് കോൺ അങ്ങോട്ട് കഴിക്കാം. ഈ സ്വീറ്റ് കോൺ ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത്, അത് ഫസ്റ്റ് മീൻസ് നല്ല ടേസ്റ്റിൽ കഴിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ.
പിന്നെ നമ്മളെപ്പം പോയാലും ഈ ഒരു സാധനം നമുക്കവിടെ നിർബന്ധമായിരുന്നു. അവിടെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഈ ബട്ടറും സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. ഇതിപ്പം ബട്ടറും സോൾട്ടൊന്നും ഇല്ലെങ്കിലും ഈ സ്വീറ്റ് കോൺ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സമയം സന്ധ്യ ആയിരിക്കുന്നു. ഈ ഒരു ടൈമിൽ എനിക്ക് എത്ര പുറത്തേക്ക് നോക്കി നിന്നാലും മതി. അത് മാത്രമല്ല ഈ പെറ്റ്സിനൊക്കെ ആയിട്ട് നടക്കാൻ ഇറങ്ങുന്നവരെ കാണാം, കുട്ടികളായിട്ട് സ്ട്രോളറൊക്കെ ആയിട്ട് നടക്കാൻ ഇറങ്ങുന്നവരെ കാണാം, ജോലി കഴിഞ്ഞിട്ട് വന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നവരെ കാണാം, ഡെലിവറി ബോയ്സ് വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുന്നവരെ കാണാം, ഇവിടുത്തെ പ്രാവിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുവന്നിടുന്നവരെ കാണാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അത് മാത്രമല്ല ഇനിയിപ്പോൾ മിസൈൽ വല്ലതും പോകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് വളരെ വ്യക്തവും ശക്തവുമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുവന്ന് ഇനി നമുക്ക് കുറച്ച് സുഗന്ധം വരും. ഈ ഒരു കൈ കൊണ്ട് ഫോൺ ഒടിക്കുക, ഒരു കൈ കൊണ്ട് ഇതിന്റെ മൂടി തുറക്കാന്നൊക്കെ പറഞ്ഞാൽ അതിൽ കുറെ റിസ്കി എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു സാധനവും നമ്മളവിടെ വാങ്ങി വെച്ചിട്ട് കുറെ ദിവസമായിട്ടോ. എന്നും ഇതൊക്കെ യൂസ് ചെയ്യലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, സോ കുറച്ച് ഓവറാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്. ചൂടാവുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊക്കെ ഫുള്ളായിട്ട് ആ ഒരു ടൈമിൽ ഇങ്ങനെ പരക്കുമ്പം നല്ലൊരു പോസിറ്റീവ് വൈബും കൂടെ കിട്ടാനുണ്ട്. സോ ഇന്നത്തെ ഈവനിങ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.